തമിഴ്നാടിന്റെ പരമ്പരാഗത ചിത്രകലാരൂപങ്ങളിലൊന്നായ തഞ്ചാവൂർ പെയിന്റിങ്ങിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശിയായ മണികണ്ഠൻ എന്ന യുവ കലാകാരൻ തഞ്ചാവൂർ പെയിന്റിങ്ങിൽ ഒരുക്കുന്ന ചിത്രങ്ങൾ കാണാം. രണ്ട് പതിറ്റാണ്ടായി തഞ്ചാവൂർ ചിത്രകലയിൽ മണികണ്ഠൻ സജീവമായിട്ട് ഇതിനോടകം ആയിരക്കണക്കിന് ചിത്രങ്ങൾ തയ്യാറാക്കി. ശില്പകലകളിൽ പേരുകേട്ട തഞ്ചാവൂരിലെ തനത് ചിത്രകലാരൂപത്തോടുള്ള ഇഷ്ടമാണ് ഈ രംഗത്തേക്ക് മണികണ്ഠനെ ആകർഷിച്ചത്. ചെന്നൈ ചെട്ടിനാട് വിദ്യാശ്രമത്തിൽ ഗുരുകുല പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ ആയിരക്കണക്കിന് ചിത്രകലാരൂപങ്ങൾ നിർമ്മിച്ചു. ഗീതോപദേശം, അനന്തശയനം, ദശാവതാരം, അങ്ങനെ നീളുന്നു ചിത്രങ്ങൾ. സ്വർണവും വെള്ളിയും ലേപനം ചെയ്തു നിർമ്മിച്ച ചിത്രങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ആദ്യകാലങ്ങളിൽ ചുവരുകളിലും മരപ്പലകകളിലുമായിരുന്നു ചിത്രങ്ങൾ രൂപപ്പെടുത്തിയത്. കാലം മാറിയതോടെ പ്ലൈവുഡ് തിരഞ്ഞെടുത്തു. ആവശ്യമായ അളവിൽ പ്ലൈവുഡ് മുറിച്ചെടുത്ത ശേഷം തുണിയിൽ അറബിക് പശ കലർത്തിയാണ് ബേസ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ രൂപം പെൻസിലിൽ വരയ്ക്കും. ഭംഗി കൂട്ടുന്നതിനായി പച്ച, ചുവപ്പ്, വെള്ള കണ്ണാടിക്കല്ലുകൾ പതിപ്പിക്കുകയാണ് അടുത്ത പടി. ഇതിലേക്ക് ജയ്പൂർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത കല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ചിത്രത്തിന് ആവശ്യമായ പ്രൊജക്ഷൻ നൽകുക എന്നത് മറ്റൊരു കടമ്പയാണ്. ഏറെ ശ്രദ്ധ വേണം ഇതൊക്കെ പൂർത്തിയാക്കാൻ. ആദ്യകാലങ്ങളിൽ വണ്ടുകൾ, ഞണ്ടുകൾ തുടങ്ങിയ ജീവികൾ കൂടൊരുക്കാൻ തയ്യാറാക്കുന്ന മൃദുലമായ മണ്ണ് ശേഖരിച്ചായിരുന്നു പ്രൊജക്ഷൻ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിവിധ തരം ഷോക്ക് പൗഡറുകളും അറബിക് പശയുമാണ് ഉപയോഗിക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ചിത്രത്തിൽ 24 കാരറ്റ് തങ്കഭസ്മം സ്വർണ്ണ നിറത്തിനായും വെള്ളി നിറം ആവശ്യമുള്ളിടത്ത് വെള്ളിയുടെ ഭസ്മവും ഉപയോഗിക്കും. വിവിധ വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം മനോഹരമാക്കുകയാണ് അവസാന ഘട്ടം. ആദ്യകാലങ്ങളിൽ പച്ചില ചാറുകളിൽ നിർമ്മിക്കുന്ന നിറങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പോസ്റ്ററിംഗ് കളറുകളാണ് ഉപയോഗിക്കുക. ചിത്രങ്ങൾക്ക് പൂർണ്ണരൂപം നൽകുന്നതിന് വലിപ്പമനുസരിച്ച് 2 മുതൽ 3 മാസം വരെ വേണ്ടിവരും. മഴക്കാലം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. നിരവധി ശിഷ്യസമ്പത്തുകളുള്ള മണികണ്ഠൻ ഈ കലാരൂപം കേരളത്തിലെ ചിത്രകലാ പ്രേമികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പത്മനാഭപുരം ക്ഷേത്രത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ പലയിടങ്ങളിലും മണികണ്ഠൻ വരച്ച ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, UK, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും തഞ്ചാവൂർ പെയിന്റിങ്ങുകൾ അയക്കുന്നു. ഇപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വർക്കാണ്. ഇത് ഒരു കമർഷ്യലാണ്. ഞങ്ങൾക്ക് മാക്സിമം ഇത് ട്രഡീഷണലാണ്. നമ്മൾ പാരമ്പര്യ കലകളെല്ലാം നോക്കുമ്പോഴെല്ലാം ട്രഡീഷണൽ ആയിരിക്കും. ഏതൊരു രൂപസാധ്യവും ഇല്ലാതെ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും. അതുപോലെ തന്നെയാണ് തഞ്ചാവൂർ പെയിന്റിങ്ങിൻ്റെതും. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം.